തൻ്റെ ബോസിന്റെ ആഗ്രഹത്തെ പോന്ന വഴിയിൽ ചിന്തിച്ച് സകല തടസ്സത്തെയും ഇല്ലാണ്ടാക്കി അവിടെ പോയി ആഗ്രഹത്തെ തീരുമാനിച്ച് എല്ലാം ഒരുക്കി വെച്ചിട്ട് ഇനി ബോസ് അവിടെ പോകുമ്പോഴേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടാണ് വന്നത്. ആരും അയാളുടെ പേരാണ് സൽമാൻ. അങ്ങനെയായിരിക്കണം ഒരു സ്റ്റാഫ് നിശ്ചയിക്കുക. അമേരിക്കക്കാരൻ അങ്ങനെയാണ് ഒരു തൊഴിലാളിയെ വളർത്തിയെടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യൂ, നിങ്ങൾക്ക് ഒരിക്കലും ആ സ്ഥാപനം നിങ്ങളുടെ അന്യമാവില്ല. ആ സ്ഥാപനത്തിലുള്ള ഒരാൾ നിങ്ങൾ ഒഴിവാക്കാനും സാധിക്കില്ല. ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇതുപോലെ ആത്മാർത്ഥതയോടുകൂടി ജീവിക്കാം. ഇതിപ്പോ ഒന്നാണെങ്കിൽ 1000 തന്നെയായിരിക്കില്ല പറഞ്ഞോളൂ. അപ്പൊ ഭാഗവതം പറയുന്നത് ഇതിന്റെ ഏതെങ്കിലും ഒരു അംശത്തെ നിങ്ങളുടെ ബുദ്ധി കൊണ്ടൊക്കെ ശ്രദ്ധിക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലും ഓർമ്മയിൽ കൊണ്ടെത്തിക്കും. അവിടെ നിങ്ങൾക്ക് ബുദ്ധി മാത്രമേ ഉള്ളൂ ഇത് പ്രവർത്തിക്കും. അങ്ങനെ ആ ഭാഗവതത്തിൽ ഭഗവാന്റെ ദാമ്പത്യ കാട്ടി തന്ന പിന്നീട് രാജസൂയ കഥയും പിന്നീട് അവിടെ ഇന്നലെ യുദ്ധത്തെ ജരാസന്ധ വധത്തെ കുറിച്ചിട്ടൊക്കെയാണ് പറയാം. അതിനുശേഷം പിന്നീട് സുധാമ ചരിത്രത്തെ പറയാം. എൻ്റെ അധ്യായത്തിൽ ഒരധ്യായം മുഴുവൻ എത്തിയില്ല പാരായണം ചെയ്തു. അടുത്ത അധ്യായത്തിലാണ് സുധാമ ചരിത്രം പാടുന്നത്. സുധാമാവ് എന്നുള്ള ഭഗവാന്റെ ഭക്തനായ സഖാവായി ഭഗവാൻ തന്നെ എടുത്ത് പറയപ്പെട്ട ഒരു സുഹൃത്ത്. എനിക്കിങ്ങനെ ഒരു സുഹൃത്തുണ്ടല്ലോ എന്നിങ്ങനെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സുഹൃത്ത്, അതാണ് സുധാമാവ്. എത്രയോ വർഷങ്ങളായി ഭഗവാനെ കാത്തിരുന്ന് ഭഗവാനെ കാണാനുള്ള ആഗ്രഹം, പക്ഷെ പ്രാരബ്ധം കൊണ്ട് സാധിക്കാത്ത സുധാമാവിനെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പോകുന്നതും അവിടെ എത്തി താരകാനാഥനെ കണ്ട് ആ ഭഗവാനോടൊപ്പം ചേർന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് അടുത്ത അധ്യായത്തിൽ. ആ സമയത്ത് നമുക്ക് അവൽക്കിഴി നടക്കലാണ്.